അമ്മായിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കോളാം. അത് ശരവണനല്ല, ഞാനാ തീരുമാനിക്കേണ്ടത്. എന്റെ ഭാവിക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്യാത്തൊരു സ്ത്രീയാ ഇവര്. പൊന്നു, അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഇവർക്ക് ഒരു അവകാശവും ഇല്ല. ഇവരുടെ മകനും ഇല്ല. ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അത് തടയാൻ ധൈര്യമുണ്ടോ ഇവർക്ക്? എങ്കിൽ തടയട്ടെ. ഞാൻ ആരാണെന്ന് ഇവർക്ക് അപ്പം മനസ്സിലാവും. ശരവണൻ വാ. പൊന്നു വേണ്ട. വാ ശരവണ, ഞാനല്ലേ വിളിക്കുന്നേ. പൊന്നുമണി, ഇവനെ കൊണ്ട് അകത്ത് കയറരുത്. പൊന്നുമണി, ഞാൻ പറയുന്നത് കേക്ക്. പൊന്നുമണി പോവരുത്. പൊന്നുമണി, പൊന്നുമണി പോവരുതെന്ന്. എന്താ മോനെ, ഇന്നു മുതല് അവള് ശരവണനുമായി ജീവിച്ചു തുടങ്ങാൻ പോകുന്നെന്ന്. അവൾ അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കോ അമ്മേ? നമ്മളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. എനിക്കറിയില്ല മോനെ, എന്താ അവളുടെ മനസ്സിലെന്ന്. കുറ്റബോധത്തിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. അവളെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും നശിക്കാനുള്ള പോക്കായത്. അത് അധികം വൈകാതെ തന്നെ അവൾക്ക് മനസ്സിലാവും. എനിക്ക് പേടിയായിട്ട് വയ്യ മോനെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ? കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ മുറിക്കകത്ത് അടച്ചിടായിരുന്നു. ഇതങ്ങനെ വല്ലതും ആണോ? നിത്യക്കുണ്ടായതുപോലെ ഒരു ദുരന്തം അങ്ങനെ വല്ലതും സംഭവിക്കുമെന്ന എന്റെ പേടി. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. അങ്ങനെയൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അമ്മ സമാധാനമായിട്ടിരിക്കും. എല്ലാരും എന്നെ കുറ്റം പറയും. ഞാൻ ശ്രദ്ധിച്ചില്ലെന്നല്ലേ പറയൂ. പറയുന്നവർ പറയട്ടെ അമ്മേ, നമുക്കറിയാലോ സത്യം. അമ്മ വിഷമിക്കണ്ട, അവൾക്കൊന്നും പറ്റില്ല. വിവരം പോലീസിനെ അറിയിക്കണോ മോനെ? അത് വേണ്ടമ്മേ, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മൾ വിവരം വിളിച്ച് പോലീസിനോട് പറഞ്ഞാൽ പൊന്നുമണിയുടെ വാശി കൂടുകയുള്ളൂ. തൽക്കാലം നമ്മുടെ ഭാഗത്തുനിന്ന് പ്രകോപനമൊന്നും വേണ്ട. സമാധാനത്തിൽ വേണം നമുക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ അപകടം അമ്മേ. എല്ലാം നീ പറയുന്നത് പോലെ ചെയ്യാം. എല്ലാം അവളൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഒരു കുഴപ്പവും വരില്ലമ്മേ. അമ്മ സമാധാനമായിട്ടിരിക്കെ, ഞാൻ വിളിച്ചോളാം. ശരി. ഞാനൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അത് വിജയിച്ചാലേ നീ രക്ഷപ്പെട്ടു. അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കന്ന് അറിയാവുന്നേ, ഗതി കെട്ട പുലി പുല്ലും തിന്നൊന്നും കേട്ടിട്ടില്ലേ? അത് സംഭവിക്കും. എന്താ കാര്യം? അത് പറഞ്ഞില്ലല്ലോ. ഞാൻ അവളുടെ മുമ്പിലേ ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. ഡിവോഴ്സിന് സമ്മതിച്ച് നീ കൊടുക്കുന്ന പേപ്പറിൽ ഒപ്പിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ തയ്യാറായാലേ വിഷ്ണുവിനെ പുറത്തിറക്കി കൊടുക്കാമെന്ന്. ആര് പുറത്തിറക്കി കൊടുക്കുന്നു? അളിയൻ പുറത്തിറക്കി കൊടുക്കും. ഞാനോ? പിന്നാരാ? അതിന് പ്രതിഫലമായിട്ടാ അവൾ ഇവിടുന്ന് പോകുന്നത്. എന്നിട്ട് അവളെന്തോ പറഞ്ഞു? പറ്റില്ലെന്ന് പറഞ്ഞു. അതിപ്പോ നാളെ ആ തീരുമാനം മാറ്റില്ലെന്ന് എന്താ ഉറപ്പ്? ആ തീരുമാനം ഒരിക്കലും മാറത്തില്ല. ഇങ്ങനൊരു ഒത്തുതീർപ്പിന് അവൾ എന്തായാലും സമ്മതിക്കില്ല. സമ്മതിച്ച നീ സഹകരിക്കണം. എന്റെ പൊന്നു ചേച്ചി, വിഷ്ണുവിനെക്കാളും വലുതാണ് അവൾക്ക് ഞാൻ. അതെന്നെ ഇഷ്ടമുള്ളത് കൊണ്ടൊന്നും അല്ല. ഈ ബന്ധം വെച്ച് പലതും ചെയ്യാമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. പിരിഞ്ഞു കഴിഞ്ഞാ അത് വല്ലതും നടക്കോ? ഇവക്ക് വിവരമില്ലാത്തോണ്ടോ കുഞ്ഞളിയ? കുഞ്ഞളിയ അതൊന്നും കാര്യമാക്കണ്ട. ഇനി അഥവാ അവള് സമ്മതിച്ചാൽ തന്നെ ഞാൻ ആ വക്കാലത്ത് ഏറ്റെടുക്കില്ല. അതേറ്റെടുക്കുന്നതിലും ഭേദം ഞാൻ പോയിട്ട് അങ്ങ് മരിക്കുന്നതാണ്. കിട്ടുന്ന കാശ് മാത്രം നോക്കുന്ന വക്കീലന്മാരുണ്ട്. ഞാൻ എന്തായാലും ആ കൂട്ടത്തിൽപ്പെടില്ല. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതും ഇനി അവള് പറയുമെന്ന് ചേച്ചി വിശ്വസിക്കുന്നതും അടക്കം സകലതും മനസ്സിൽ നിർത്തി കളഞ്ഞേക്ക്. ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്ലാവിന്ന് ചക്ക വീഴാനും പോകുന്നില്ല, മുയലൊട്ട് ചാവാനും പോകുന്നില്ല.
ഇപ്പൊ എങ്ങനെയുണ്ട്? ആര് പറഞ്ഞത് ശരിയായി? പറ്റൂലെങ്കിൽ വേണ്ട. ആ തലവേദന ഒഴിഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ആ സമയമായിട്ടില്ല. ആ ബാധ ഇനിയും കുറെ കാലം കൂടി ഇവിടെ